ഇൽമിന്റെ പവറാണ്, ഇൽമിന്റെ മഹത്വമാണ്. പറയട്ടെ ബാപ്പാ, മക്കൾ പെൺകുട്ടികൾ ഇൽമ പഠിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ അവർ ഇസ്ലാമിന്റെ നിയമം അറിയാതെ പോയാൽ അത് വലിയ അപകടമല്ലേ? ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കട്ടെ, ശരിയായിട്ടും നിങ്ങൾക്ക് കുളി നിർബന്ധമാകുന്ന ഒരു കാര്യം സംഭവിച്ചാൽ അത് സ്ത്രീകൾക്കറിയാമല്ലോ. മഞ്ഞനാടി എന്റെ വാലിന്റെ സദസ്സിൽ പാവപ്പെട്ട എന്റെ വാല് കേൾക്കുന്ന എത്രയോ നല്ല ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പറയട്ടെ, കുളി ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാകുമോ? വുളൂ ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാകുമോ? പറയട്ടെ ഉമ്മമാരെ, കുളി നിങ്ങൾക്ക് നിർബന്ധമായാൽ, പ്രത്യേകിച്ച് പറയട്ടെ ആർത്തവരക്തമുള്ള സമയമുണ്ടല്ലോ, അതിന് അറബി ഭാഷയിൽ ഹൈദ് എന്ന് പറയൂ. പ്രസവരക്തത്തെ തുടർന്നിട്ടുണ്ടാകുന്നതിന്, പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന രക്തത്തെ കുറിച്ച് നിഫാസ രക്തം എന്ന് പറയൂ. ആ ഹൈദിൽ നിന്ന് കുളി നിർബന്ധമാണല്ലോ. അതുപോലെ നിഫാസ രക്തം മുറിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണല്ലോ. ആ കുളി ചില പേരിൽ ചില സ്ത്രീകൾ പറയും, ആണ് കുളിച്ച എന്ത് അമ്പട്ടട കുളി, എന്ത് അമ്പട്ടട കുളി എന്നാ ചോദിക്കുന്നത്. എന്ത് കുളിച്ച, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പ്രസവം കഴിഞ്ഞാലോ? പ്രസവം കഴിഞ്ഞാൽ പറയൂ കുളിച്ചിട്ടില്ല. പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു കുളിയുണ്ട്, അതിന് അവള് കുളിച്ചിട്ടില്ല എന്നാ പണ്ടത്തെ ആളുകളൊക്കെ പറയുന്നത്. കുളിച്ചിട്ടില്ല, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാണ്ട് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് പ്രസവം ഇല്ല, ഒന്നുമില്ല, പിന്നല്ലേ പ്രസവ രക്തം. അപ്പൊ ഓള് കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് ഓല് തീരെ ദിവസം കുളിക്കാത്തവള് ഇത് 40 കഴിഞ്ഞിട്ട് 60 കഴിഞ്ഞിട്ട് കുളിക്കുമ്പോ ഡെറ്റോളെല്ലാം ഇട്ടിട്ട് കുളിപ്പിക്കണം അതിന്റെ അർത്ഥം അല്ല. കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര കുളിച്ചാലും ആ കുളി കൊണ്ട് ശുദ്ധിയാകൂല എന്നാണ് അർത്ഥം. പ്രസവ രക്തമെല്ലാം മുറിഞ്ഞതിന് ശേഷം അവളുടെ ഒരു കുളിയുണ്ട്, അതുകൊണ്ടാണ് അവൾ ശുദ്ധമാകുന്നത്. ആർത്തവ രക്തം, ഹൈദ് രക്തം മുറിഞ്ഞതിന് ശേഷം അവളൊരു കുളിയുണ്ട്. അല്ലാതെ ഒരു 6-7 ദിവസം ഹൈദ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ദിവസം കുളിക്കൂലെന്നാ? അങ്ങനല്ല. അവൾ കുളിച്ചാലും അവൾ ഹൈദ് കുളിയിൽ നിന്ന് ശുദ്ധിയാകൂല. അത് കുളിക്കണമെങ്കിൽ ആ ഹൈദ് രക്തം മുറിഞ്ഞതിന് ശേഷമാണ് കുളിക്കേണ്ടത്. അത് കുളിച്ചാൽ ആ കുളി എങ്ങനെ കുളിക്കണം, എപ്പ കുളിക്കണം, അത് അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞില്ല എന്ന് കണ്ടാൽ, പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചില്ല എന്ന് കണ്ടാൽ, പറയട്ടെ ആ കുളി സ്വഹിയാവുകയില്ലല്ലോ. ആ കുളി ശരിയാവുകയില്ലല്ലോ. ആ കുളി ശരിയാകാതിരുന്നാൽ എന്താണ് അപകടം വരാൻ പോകുന്നത്? ഓ ഉമ്മമാരെ, നിങ്ങളുടെ ആർത്തവ രക്തം, ഹൈദ് രക്തം മുറിഞ്ഞതിന് ശേഷം നിങ്ങളതാ കുളിക്കുമ്പോൾ ആ കുളി യഥാർത്ഥത്തിൽ ശരിയായില്ല എന്ന് കണ്ടാൽ, അതേ വലിയ അശുദ്ധി ഉണ്ടാകലോടുകൂടെ ഹറാമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഹറാമായി തന്നെ ബാക്കി നിൽക്കുന്നു. അത് ഹറാമായിട്ട് തന്നെ ബാക്കി നിൽക്കുന്നു. എന്തെല്ലാം ഹറാമാണ്? നിസ്കാരം ഹറാമാണ്. ഈ കുളി വേണ്ടതുപോലെ കുളിയായില്ല എന്ന് കണ്ടാലോ നിങ്ങൾക്ക് നിസ്കരിച്ചാലുള്ള ഹറാമ് മാത്രമല്ല, ആ നിസ്കാരം നിസ്കരിക്കാത്തതിന്റെ പേരിലും ഹറാമ് കിട്ടുന്നു. ഒരേ നേരം 2 കുറ്റം കിട്ടുന്നു. വലിയ സങ്കടത്തോടെ പറയട്ടെ, ഇപ്പോഴും ചിലപ്പോ ഹൈദ് തുടങ്ങിയ പ്രായത്തിന് ശേഷം ഇന്ന് വരെ ചിലപ്പോൾ കുളി സ്വഹിയാകാത്തവരാണെങ്കിലോ അവരുടെ ഈ ഒരു പുരുഷായുസ് മുഴുവനും നഷ്ടത്തിലാണല്ലോ ഉമ്മമാരെ.
നഷ്ടത്തിലാണല്ലോ സഹോദരിമാരെ, നഷ്ടത്തിലാണല്ലോ ബാപ്പമാരെ, യുവാക്കളെ. എന്തേ കാരണോ? ആ അശുദ്ധിയുണ്ടായാൽ നിസ്കരിക്കൽ ഹറാമാണ്, ഹൈദുള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതലും ഹറാമാണ്. മുസ്ഹഫ് തൊടൽ മാത്രല്ല, അത് വേറെ ഹറാമാണ്. അല്ലാതെ തന്നെ ഹൈദുള്ള സമയത്ത്, നിഫാസുള്ള സമയത്ത് അതേ അവിടെ മുസ്ഹഫ് ഖുർആൻ ഓതലും ഹറാമാണ്. എന്നാലോ വീണ്ടും പണ്ഡിതന്മാർ പറയാണ്, അത് മാത്രമല്ല, അതിന് പുറമെ നോമ്പ് നോക്കൽ ഹറാമാണ്. ആ ഹൈദ് ഉള്ള സമയത്ത് നോമ്പ് നോക്കൽ ഹറാമാണ്. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ബന്ധപ്പെടലോ ലൈംഗിക സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് പോലും ഹറാമാണ്. ഇനി ഒന്നും കൂടി പണ്ഡിതന്മാര് പറഞ്ഞു, ആ ഹൈദ് രക്തമുള്ള സമയത്ത്, നിഫാസ് രക്തമുള്ള സമയത്ത് ഭാര്യ ഭർത്താക്കന്മാര് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലത്ത് പരസ്പരം ബന്ധപ്പെടലും ഹറാമാണ്. മറ ഇല്ലാതെയാകുമ്പോൾ ഹറാമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം ഹൈദ് രക്തമുള്ള സമയത്ത് ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒന്നും കൂടി പറയട്ടെ, ആ ഹൈദ് രക്തം മുറിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ വേല കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങളെ ഈ കുളിയൊന്നും ശരിയായില്ലെങ്കിൽ ഉമ്മ, നിന്റെ നിസ്കാരമൊക്കെ കൊണ്ടുപോയിട്ട് തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടി വരും. ഒരു സംശയമില്ല, ഞാൻ വെറുതെ പറയല്ല. കുറെ വെറുതെ നിസ്കരിച്ചിട്ടൊക്കെ ഇൽമില്ലാതെ നടക്കുകയാണ്. അത് ഒരു വലിയ വിഷയമായി തന്നെ കാണുന്നില്ല. പേരിനൊരു കുളി, അങ്ങനെ ആകരുത്. എപ്പോഴാണ് ഞാൻ കുളിച്ചാൽ എന്റെ കുളി ശരിയാകുന്നത് എന്ന ഒരു ഇൽമ് എന്റെ ഉമ്മ പെങ്ങന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ആ കുളി ശരിയാകുന്ന സമയത്ത് കുളിക്കാതിരുന്നാലോ? എന്നാൽ അതിനുശേഷം നിസ്കരിച്ച നിസ്കാരം മുഴുവനോ ഹറാമാണ്. ആ നിസ്കാരം ഒന്നുപോലും സ്വഹീഹ് ആകാത്തതാണ്. ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, ഉമ്മമാര് വാല കേൾക്കണമല്ലോ, അവര് കുറെ ഇൽമു പഠിക്കണമല്ലോ. നിങ്ങളുടെ ഹൈദ് രക്തമെങ്കാലും അത് മുറിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഹലാലാകുന്ന സംഗതി രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒന്ന്, നിങ്ങൾക്ക് നോമ്പ് നോക്കാം, കുളിക്കണമെന്നില്ല. നിങ്ങളുടെ ആ ആർത്തവ രക്തം മുറിഞ്ഞാ മതി, സ്റ്റോപ്പായാ മതി. കുളിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നോമ്പ് നോക്കാം, പിന്നെ നിങ്ങൾ കുളിക്കാം. ഇതുപോലെ തന്നെ ത്വലാഖ് പറയലൊന്നുണ്ട്. ഭാര്യ ഹൈദുള്ള സമയത്ത് ഭർത്താവ് ത്വലാഖ് ചൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ട്. ഭാര്യക്ക് ഹൈദുണ്ട്, ആ ഹൈദുള്ള ടൈമിൽ ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. ആ ത്വലാഖ് ചൊല്ലിയാൽ ഭർത്താവിന് കുറ്റം കിട്ടും. അവിടെ ആ ഭാര്യയുടെ ആർത്തവ രക്തം മുറിഞ്ഞാലോ, മുറിഞ്ഞാൽ പിന്നെ ത്വലാഖ് ചൊല്ലാം. കുളി തന്നെ നടക്കണമെന്നില്ല. ഇതിന്റെ അർത്ഥം ഏത് ആർത്തവ രക്തം മുറിഞ്ഞ പെണ്ണിനോട് പോയി ത്വലാഖ് ചൊല്ലാൻ പറ്റൂന്ന് നൗഫൽ സഖാഫികളെ മഞ്ഞനാടി ഉറൂസിന്റെ ബാദിൽ പറഞ്ഞൊന്നും പറയണ്ട. അങ്ങനെ ത്വലാഖിന്റെ വക്കിൽ എത്തിയവരെ കുറിച്ചാണ് ഞാൻ മസാല പറയുന്നത്. അതേ സമയത്ത് ഇനി വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. അതേതാണ്? ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒന്ന്. രണ്ടാമത്തത്, മറ ഇല്ലാതെ തന്നെ ഭാര്യയുടെ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ ബന്ധപ്പെടുക എന്നത്. അത് രണ്ട് ഹലാലാകണമെങ്കിൽ ആർത്തവ രക്തം മുറിഞ്ഞാൽ മാത്രം പോരാ, നിർബന്ധമായ കുളിയും കഴിഞ്ഞിരിക്കണോ. കുളി കഴിയാതെ പരസ്പരം ബന്ധപ്പെടൽ ഹറാമാണ്. ബന്ധപ്പെടൽ മാത്രമല്ല, ഭാര്യയുടെ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ സുഖമെടുക്കലും മറയില്ലാതെ സുഖമെടുക്കലും ഹറാമാണ്. അത് ആർത്തവ രക്തം മുറിഞ്ഞതിന് ശേഷം ഹലാലാകണമെങ്കിൽ കുളി കഴിഞ്ഞിട്ടേ ഹലാലാവുകയുള്ളൂ.
അതിന് ഉമ്മമാരെ ഏതാണ് ആർത്തവരക്തവും, ഏതാണ് പ്രസവരക്തവും, ഏതാണ് രോഗരക്തവും, ഇത് അറിയാത്ത ഉമ്മമാര് കുടുങ്ങി പോകൂ. രക്തം പല സൈസാണ്. ഒരു കുട്ടി സൈക്കിളിൽ ഇങ്ങനെ പോവാ, ഓൻ സൈക്കിൾ മറിഞ്ഞിട്ട് വീണപ്പോഴേക്കും ഓന്റെ മുട്ടു ചരിഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാ ഞാൻ പറയണേ? ഇല്ലേ? ഗൊത്താപ്പുജ ഗൊത്താവുണ്ടോ? മല്ലൈജി. എനിക്ക് തുളുവൊന്നും അറിയില്ല. ഞാൻ തുളുനാടല്ല, ഞാൻ മലനാടാണ്. മലനാടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ. മൂപ്പര് കല്യാണം കഴിച്ചത് മലനാട് എന്നാണ്. അങ്ങനെ ഒരു നല്ല കാര്യം മൂപ്പര് ജീവിതത്തിൽ മൂപ്പര് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് തുളുനാടെന്ന് കല്യാണം കഴിച്ചവരെല്ലാം കൂടി വീണ്ടും മലനാടെന്ന് കല്യാണം കഴിക്കാൻ പോയിരണ്ട. തുളുനാടിന് കെട്ടിയാൽ തന്നെ മതി. അതിൽ തന്നെ കുറെ ഒപ്പിക്കാം, നല്ല മട്ടത്തിൽ കൊണ്ടുപോകാൻ നോക്കാം. ഓ, മലനാട് അങ്ങനെ ഒരു കുറെ ബർക്കത്തുണ്ടല്ലേ. എന്നാ ഞാൻ രണ്ടാമത്തെ ഒന്ന് അവിടുന്ന് കെട്ടി നോക്കിയാലോ എന്ന് പറഞ്ഞാല് തുളുനാടത്തെ മഞ്ഞാമത്തെ പെണ്ണുങ്ങന്മാരെല്ലാം നൗഫൽ സക്കാഫിക്ക് സല്ലാനത്ത് വെക്കും. പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ടല്ല, ഞാൻ പറഞ്ഞു, ഞാനിത് വെറുതെ പറയല്ല. ഓന്റെ മുട്ടൻകാല് ജെറിഞ്ഞപ്പോഴേക്ക് ചോര വരാൻ തുടങ്ങി. അതിനാരും അയവ് രക്തം പറയില്ല, അതിനാരും പ്രസവ രക്തം പറയില്ല. കണ്ടു കാണുന്ന എല്ലാ രക്തം ചില ഉമ്മമാരൊരു ധാരണ ഉണ്ട്, അത് ഇൽമില്ലാത്തതിന്റെ കുറവാ. അപ്പൊ എല്ലാം മസാല മഞ്ഞനാടി ഉറൂസിന്റെ വാതിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മസാല പറയാൻ എല്ലാ ഇൽമു കൊണ്ട് ഉഷാറായിട്ടുള്ള ഒന്നരായ ബാക്കവി ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു അവർക്കും നമുക്കുമെല്ലാം നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ മസാല എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമൊന്നുമല്ല, നന്നായി പഠിക്കണം. അത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള വിഷയമാണത്, വെറുതെ വിഷയമല്ല. എവിടെയെങ്കിലും ഒരു രക്തം കണ്ടപ്പോഴേക്ക് തീരുമാനിച്ച് മംഗളത്തിന് പോയപ്പോ എല്ലാവരും നിസ്കരിക്കുന്നു, ഈ നിസ്കരിക്കുന്നില്ല. എന്തേ? അത് എനിക്കിപ്പോ നിസ്കാരം ഇല്ല. ഇപ്പൊ ഇന്ന് ഇതേതായാലും ഇല്ല. നോക്കുമ്പോ വരുമ്പോ ഒരു ചോര ഇങ്ങനെ കണ്ടപ്പോ രക്തം കണ്ടപ്പോ ഇമ്മ തീരുമാനിച്ചതാണ്. അങ്ങനെ പറ്റൂല ഉമ്മ. എല്ലാ രക്തവും നിങ്ങൾ ആർത്തവ രക്താവൂല ഉമ്മ. എല്ലാ രക്തവും പ്രസവ രക്താവൂല. ആർത്തവ രക്തം വേറെ, പ്രസവ രക്തം വേറെ, രോഗരക്തം വേറെ. 3 സൈസ് രക്തമുണ്ട് ഉമ്മമാരെ, 3 സൈസ് രക്തമുണ്ട്. ചോരക്കാരന് വേറെ ഉണ്ട്, അത് വേറെ ഉണ്ട്. അതുപോലെ തങ്ങന്മാരെ ദൈവത്ത് പറഞ്ഞുണ്ടാവും. അങ്ങനെ ചോരക്കാരനെ അതും കൂടിയിട്ട് പ്രസവ രക്തം എന്ന് കരുതണ്ട. ഇവിടുന്ന് തൊള്ളക്കൂടെ ആരും പ്രസവിക്കൂല. ചോരക്കാരന് സൈസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ കുറ്റം പറഞ്ഞാൽ ചോരക്കാറും, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തിയാൽ ചോരക്കാറും. മരിക്കണമെങ്കിൽ ചോരക്കാരിട്ടേ മരിക്കും, അതിന് മരിക്കാല്ലേ. അങ്ങനെ വെറുതെ ഇൽമു എന്ന് പറഞ്ഞാല് അത് വിഷോ, അതിനോട് തൊട്ട് കളിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് 3 തരം രക്തം. അത് കണ്ടപ്പോഴേക്ക് നിങ്ങൾക്ക് നിസ്കാരമില്ല. എപ്പോ നോക്കിയാൽ ഒരു നാട്ടിൽ പെണ്ണ് കണ്ടില്ല. ഇവിടെ മഞ്ഞനാട്ടിലൊന്നും അല്ല, ഓരൊക്കെ നല്ലവരാ. എവിടെ ഇരിക്കുന്നവിടെ കൊറേ ദൂരല്ലേ. അവിടുന്ന് ഇപ്പൊ എല്ലാരും കൂടിയിട്ട് ഒരു പെണ്ണിനെ പൊക്കിച്ചിട്ട് കല്ല് വലിച്ചെറിയാൻ പറഞ്ഞാൽ അവിടെ എത്തൂല. അവിടെ എന്ത് പറയാ, കുറെ ദൂരം ഉണ്ടല്ലോ അല്ലേ. ഇവിടെ അടുത്ത് ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇവിടെ ഉണ്ടാ സ്ക്രീൻ ഉണ്ട്. അല്ല, അവിടെ നേരത്തെ കല്ലൊന്നുമില്ലല്ലോ, കല്ലില്ലാതിരുന്നാ മതി. എന്നിട്ട് ഉമ്മ, ഞാൻ മഞ്ഞനാടിത്തെ ഉമ്മ പെങ്ങന്മാരെ കുറിച്ചല്ല പറയണേ. മഞ്ഞനാടി എനിക്ക് ജീവനാണ്. അതുകൊണ്ടാണ് മഞ്ഞനാടിക്കാർ എപ്പോ വാതിന് വിളിച്ചാലും എന്ത് ഡേറ്റ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. മഞ്ഞനാടിക്ക് വരും. കാരണം മഞ്ഞനാടിക്ക് വരൽ നമ്മുടെയും കൂടി ആവശ്യമാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ തരുന്ന കവറിന്റെ പൈസന്റെ ആവശ്യമൊന്നുമല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന മഹാനവരുകൾ ഇവിടെ ഉറൂസ് 2 വർഷത്തിലൊരിക്കൽ ഉറൂസിന് വന്നിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുകളെ കാൽക്കീഴിൽ വന്ന് സിയാറത്ത് ചെയ്ത് ഈ സ്റ്റേജിൽ കയറിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ വാല് കഴിഞ്ഞിട്ട് പോയാൽ 2 വർഷത്തേക്ക് ഞങ്ങൾക്കത് ഒരു റെഡ് ബുൾ കുടിച്ചതുപോലെയാ എന്ന് പറഞ്ഞ ഒരു എനർജി കിട്ടും. പിന്നെ ആ 2 വർഷം പേടിക്കണ്ട. പിന്നെ ആ 2 വർഷത്തിന് ശേഷം വീണ്ടും ആ എനർജി ഒന്ന് റിന്യൂവൽ ചെയ്യാണ്. ഈ പാസ്പോർട്ട് ഒക്കെ റിന്യൂവൽ ചെയ്യാൻ അറിയില്ല. അപ്പൊ എനർജി ഒന്ന് റിന്യൂവൽ ചെയ്യണം. അത് റിന്യൂവൽ ചെയ്യാൻ ഒരു റീസ്ട്രെങ്ത് ലഭിക്കാനാണ് വീണ്ടും വരുന്നത്. മഹാന്മാരെ കാവൽ ലഭിക്കാൻ അള്ളാഹു കാവൽ തരട്ടെ. അതുകൊണ്ട് ഏതോ ഒരു നാട്ടിലൊരു പെണ്ണുങ്ങളുണ്ട്, നാട് ഏതൊന്നും ചോദിക്കണ്ട, ഏതോ ഒരു നാട്ടിലൊരു പെണ്ണുങ്ങളുണ്ട്, അയിമക്ക് എപ്പ നോക്കിയൊന്നും നിഷ്കാരമില്ല.
അങ്ങനെ എപ്പോ നോക്കിയ നിസ്കാരമല്ല. കാരണം ചോദിക്കുമ്പോ പറയുന്നത് കുളിക്കോ എപ്പം കുളിക്കുക അവിടെ വേറെ ടൈമേ ഇല്ല. അങ്ങനെ പറ്റൂല. ഉമ്മ കാണുന്ന രക്തമെല്ലാം നിസ്കരിക്കാതിരിക്കാനുള്ള ന്യായമല്ല. കാണുന്ന രക്തമെല്ലാം നോമ്പ് നോക്കാതിരിക്കാനുള്ള ന്യായമല്ല. ഹൈദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ പഠിക്കണോ? നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ പഠിക്കണോ? ഹൈദും നിഫാസും അല്ലാത്ത വേറെയൊരു രക്തമുണ്ട്. അതിന് അറബിയിൽ പറയുന്നത് ഇസ്തിഹാലത്തിന്റെ രക്തം എന്നാണ്, അഥവാ രോഗത്തിന്റെ രക്തം എന്നാണ്. അത് ഡിസീസിന്റെ ബ്ലഡ് ആണ്, രോഗത്തിന്റെ രക്തമാണ്. ഇത് മൂന്നും വെവ്വേറെയായി വേർതിരിച്ച് മനസ്സിലാക്കണോ? ഹൈദ് രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സുബ്ഹാനല്ലാഹ്, ചില പ്രത്യേകമായ സമയങ്ങളിൽ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന പെണ്ണിൽ അല്ലാഹു തആല പ്രകൃതിപരമായി നിശ്ചയിച്ചിട്ടുള്ള രക്തത്തിന്റെ പേരാണ് ഹൈദ് രക്തം. ആ ഹൈദ് രക്തം എപ്പോഴാ പുറപ്പെടുക? അതിന്റെ ഏറ്റവും ചെറിയ പ്രായം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പെണ്ണിന്, ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി പെണിങ്ങ ആകുന്നതെപ്പോ? ഒരു പെൺകുട്ടി പെണിങ്ങ ആകുന്നതെപ്പോ? ഒരു ആൺകുട്ടി ആണിങ്ങ ആകുന്നതെപ്പോ? ആൺകുട്ടിയായ സമയത്ത് മസ്അല വേറെയാണ്, ആണിങ്ങ ആയ ശേഷം മസ്അല വേറെയാണ്. ഇതുപോലെ പെൺകുട്ടിയുള്ള സമയത്ത് വേറെ, ഒരു പെൺകുട്ടി പെണിങ്ങ ആകുന്നത് എപ്പോഴാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അവൾക്ക് ചിലപ്പോൾ ഏകദേശം ഒരു 9 വയസ്സ് പൂർത്തിയാകുമ്പോ, ഏകദേശം ഒരു 9 വയസ്സ് പൂർത്തിയാകുമ്പോ അവിടെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആ 9 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ ഒരു 16 ദിവസം മുമ്പ് രക്തം കണ്ടാലും ശരി, അവൾ പെണിങ്ങ ആയി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആ കാണുന്ന രക്തം അത് അവളുടെ ആർത്തവ രക്തമാണ്, ഹൈദ് രക്തമാണ്. ആ രക്തം കാണലോടുകൂടെ അവൾ പെൺകുട്ടി എന്ന പരിധിയിൽ നിന്ന് പെണിങ്ങോ എന്ന പരിധിയിലേക്ക് എത്തി. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്. അതേ ആർത്തവ രക്തം ഏറ്റവും ചുരുങ്ങിയത് ഒരു പകലും ഒരു രാത്രിയുമാണ് ഉണ്ടാവുക. ഒരു മണിക്കൂർ മാത്രം ഉണ്ടായാൽ ആർത്തവാവൂല. അത് വേറെ, അത് വേറെ ഞാൻ പറഞ്ഞുതരാം. ഒരു മണിക്കൂർ കണ്ട് അപ്പോഴേക്ക് നിസ്കാരമില്ല, അത് ആർത്തവാവൂല. ഏറ്റവും ചുരുങ്ങിയത് അത് ആർത്തവമാണെങ്കിൽ ഒരു ദിവസം വേണം, ഒരു ദിവസം പകൽ വേണം. ഇനി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, സാധാരണഗതിയിലെ ആർത്തവരക്തമോ അത് 6-7 ദിവസം ഉണ്ടാകും. 6-7 ദിവസം കാണുന്ന രക്തം സാധാരണഗതിയിൽ അത് ആർത്തവരക്തമാണ്. ഇനി ഏറ്റവും കൂടിയാലോ 15 ദിവസം വരെ കൂടിപ്പോകും. അങ്ങനെ 15 ദിവസം വരെ കൂടിപ്പോയാലോ ആ കാണുന്ന രക്തം ആർത്തവരക്തമാണ്. അതിന്റെ ഇടയ്ക്ക് നിസ്കരിക്കൽ ഹറാമാണ്, നിസ്കരിച്ചാൽ കുറ്റം കിട്ടും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം കൂടി ഒറ്റ സ്റ്റേജിൽ വാല് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഗൗരവം നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഒരു ബേസിക് വിഷയം മാത്രമേ ഈ മയ്യനാടി ഉറൂസിന്റെ സ്റ്റേജിൽ ഞാനിത് പറയുന്നുള്ളൂ. മറ്റൊന്ന് ഏതാണ്? മറ്റൊന്നാണ് പ്രസവരക്തം. പ്രസവരക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഗർഭാശയത്തിലെ കുഞ്ഞ് അത് പൂർണ്ണമായും പ്രസവിച്ചതിന് ശേഷം ആ ഗർഭപാത്രം പൂർണ്ണമായും ഒഴിവായതിനു ശേഷം പുറപ്പെടുന്ന ഒരു കൂട്ടം രക്തം, ആ രക്തമാണ് പ്രസവരക്തം. ആ പ്രസവരക്തം ഏറ്റവും ചുരുങ്ങിയത് ചില സ്ത്രീകളുണ്ട്, ഒരു പ്രസവിച്ചതിന് ശേഷം കുളിക്കണേ 40 ദിവസമായി ഇപ്പൊ കുളിച്ചിട്ടായി. ചില ആളുകൾ, വേറെ ചില ആളുകള് ഇല്ല 40 കുളിച്ചിട്ടായി. 40 കുളിച്ചിട്ട് പിന്നെ നോക്കുമ്പോണ്ട് സുബ്ഹാനല്ലാഹ് നിസ്കാരക്കുപ്പായെല്ലാം ഇട്ടിട്ട് നോക്കുമ്പോണ്ട് രക്തം കാണും. നിസ്കാരക്കുപ്പായ
40 ആയപ്പോഴേക്ക് കുളിക്കണോ നിങ്ങളോട് ആര് പറഞ്ഞു? കുളിക്കണ്ടെന്നല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു പ്രസവരക്തം ഏറ്റവും ചുരുങ്ങിയത് മിനിമം ഒരു ചെറിയ സമയമാണ്, 1 മണിക്കൂർ വേണമെന്നില്ല, ഒരു ചെറിയ സമയം. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതോ അത് 40 ദിവസം. സാധാരണഗതിയിൽ പ്രസവിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഏറിയാൽ സാധാരണഗതിയിൽ അത് 40 ദിവസം വരെ ഉണ്ടാവും. എന്നാലോ ഒരു പെണ്ണുങ്ങൾക്ക് 40 കഴിഞ്ഞിട്ടും രക്തം മുറിഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് ഈ എണീറ്റിട്ട് കുളിക്കാൻ പോയിട്ടായി 40 കുളിച്ച് അത് എന്റെ മച്ചനന്റെ തിരിയോ 40 കുളിച്ച് ഞാൻ 40 കുളിക്കുന്നത്. എന്ത് അമ്പട്ടന്റെ കൊരണ്ട അങ്ങനെ ഓള് 40 കുളിച്ച് മറിച്ച് ഞാൻ പോയി 40 കുളിച്ചെങ്കാവാ. ഓള് കുളിക്കേണ്ട സമയത്ത് ഓള് കുളിക്കണം, നീ കുളിക്കേണ്ട സമയത്ത് നീ കുളിക്കണം. അവിടെ 40 ശേഷം ചിലപ്പോൾ നിനക്ക് രക്തം കാണൂ, എന്നാൽ അത് നിന്റെ ഇതുമായി ബന്ധപ്പെട്ട രക്തമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് കൂടിപ്പോയാൽ 60 ദിവസം വരെ കൂടിപ്പോകൂ. ആ തുടരെ 60 ദിവസത്തിന്റെ ഇടയ്ക്ക് കാണുന്ന രക്തം അത് പ്രസവത്തിന്റെ രക്തമാണെന്ന് നീ മനസ്സിലാക്കണോ. അതേ സമയത്ത് സാധാരണഗതിയിലോ 40 ദിവസമാണ് ഉണ്ടാവുക. അങ്ങനെയാണ് 40 ദിവസത്തിന് കുളിക്കുന്നതെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇതല്ല എന്റെ വിഷയം എന്താണ്? ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ 2 രക്തമല്ലാത്ത മൂന്നാമത്തൊരു രക്തമുണ്ട്. അത് ആർത്തവ രക്തമല്ല, അത് പ്രസവ രക്തമല്ല. ആ രക്തത്തിന് പറയുന്ന പേരാണ് രോഗരക്തം. അതിനാണ് അറബി ഭാഷയിൽ പറയുന്നത് ഇസ്തിഹാദത്തിന്റെ രക്തമെന്ന് പറയുന്നത്. അതിനാണ് ആ ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്തവ രക്തത്തിന്റെ സമയമല്ലാത്ത, പ്രസവ രക്തത്തിന്റെ സമയമല്ലാത്ത സമയത്ത് ഒരു പെണ്ണിന്റെ സ്വകാര്യ അവയവത്തിൽ മുൻദ്വാരത്തിലൂടെ കാണുന്ന രക്തമുണ്ടല്ലോ, അത് രോഗരക്തമാണ്. ആ രക്തം കാണുമ്പോഴേക്ക് എനിക്ക് നിസ്കാരമില്ല എന്ന് നിനക്ക് പറയാൻ പറ്റൂല. ആ രക്തത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ട് പറയാണ് ആ രക്തം കണ്ടാലോ നിസ്കാരം ഹറാമാകൂല, നിസ്കാരം പാടില്ല എന്നാകൂല, നോമ്പ് പാടില്ല എന്നാകൂല. ആ രക്തം കാണുന്ന പെണ്ണ് അവൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്, അവൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. എപ്പോഴാണത്? ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ 9 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ഒരു 8 വയസ്സായി അല്ലെങ്കിൽ ഒരു 7 വയസ്സായി. ആ 7 വയസ്സായപ്പോ ഒരു പെൺകുട്ടി രക്തം കണ്ടാൽ അത് ആർത്തവ രക്തമല്ല, അതിന് പറയുന്ന പേരാണ് അതേ രോഗരക്തം. അത് രോഗരക്തമാണ്. ഇനി മറ്റൊന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് 9 വയസ്സ് പൂർത്തിയായതിനു ശേഷം ഒരു പെണ്ണ് രക്തം കണ്ടു. ആകെ ഒരു 10 മിനിറ്റേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ അതും ആർത്തവ രക്തമല്ല, അത് രോഗരക്തമാണ്. മൂന്നാമതായി പണ്ഡിതന്മാര് പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അതേ സുബ്ഹാനല്ലാഹ്, 60 ദിവസം കഴിഞ്ഞു, പ്രസവിച്ചിട്ട് 60 ദിവസം കഴിഞ്ഞു. ആ 60 ദിവസം കഴിഞ്ഞിട്ട് 60 അല്ല 90 ദിവസമായി. 90 ദിവസമായിട്ടും രക്തം കാണുന്നു. ആ രക്തം നിങ്ങളുടെ നിഫാസ് രക്തമല്ല, അതിന്റെ പേര് രോഗരക്തമാണ്. ആ രക്തം കാണുമ്പോൾ നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം രേഖപ്പെടുത്തിയ മസലയാണ്. എല്ലാം കൂടി ഇപ്പൊ പറയാൻ സമയമില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ആ കുളിയുമായി ബന്ധപ്പെട്ട വിഷയം എന്റെ വാത് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാർ വളരെ ഗൗരവത്തിലെടുത്ത് പഠിക്കണോ, അതനുസരിച്ച് ജീവിക്കണോ. അതൊരു ചെറിയ വിഷയമല്ല.
ആ കുളി സുളിയാകാതിരുന്നാലോ ഉമ്മ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുന്നത് പോലും അത് വലിയ അപകടകരമായ രംഗമാണല്ലോ. കുളി നിർബന്ധമായിട്ടല്ലേ നിങ്ങൾ മരിക്കുന്നത്, ആ കുളിയിൽ നിന്ന് ശുദ്ധിയാകാതെയല്ലേ മരിക്കുന്നത്. ഇത് വലിയ ഗൗരവത്തോടെ ഈ മഞ്ഞനാടി പരിസരത്തുള്ള എന്റെ ഉമ്മ പെങ്ങന്മാര് കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുന്നു. പഴയ കാലത്ത് ഒരു കാലമുണ്ടായിരുന്നു, ആൺകുട്ടിക്കും പെൺകുട്ടിയും തമ്മിൽ ഇടകലരുന്നതിന് അവർക്കൊരു വലിയ പ്രയാസമാ. പണ്ട് പെണ്ണുങ്ങന്മാർ അങ്ങനെ കാണാൻ കഴിയുന്ന റോഡില് ഇങ്ങനെ അഥവാ മുഖം മറച്ചില്ലെങ്കിലും ഇങ്ങനെ സൈഡിൽ ഒരു ഇങ്ങനെ ആക്കുന്ന ഒരു സ്വഭാവം. എന്തേ ലോറിന്റെ ഡോർ അടിച്ചല്ല അത്, ലോറി കാറിന്റെ ഡോർ ഇട്ടാ അത് മുഖം ബന്ദ് ചെയ്തതാ. മുന്നിൽ വരുന്ന ആള് കാണണ്ട, മുഖം ബന്ദ് ചെയ്ത. ഇന്നതിനൊരു വിഷയമില്ല, ഒരു വിഷയമില്ല. കോളേജിൽ പഠിക്കാൻ പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും എന്തെങ്കിലും ഒരു കഥ ഉണ്ടോ? പഠിപ്പിക്കണ്ടെന്നല്ല പറഞ്ഞ, പഠിപ്പിച്ചിട്ട് തലതിരിയണ്ട. പഠിച്ച് നട്ടം തിരിയുന്നവളായി നമ്മളെ മോളാകാൻ പാടില്ല, മകനാകാൻ പാടില്ല. ആര് പഠിപ്പിക്കാത്ത മുൻഗാമികളൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? അവരെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലേ? ബാപ്പാ, ഞാൻ ഇന്ന് വരുമ്പോ ഒരു മഹദിയുടെ ചരിത്രം വായിച്ചു. ആ മഹദി ആരാന്നറിയോ? ആയിഷത്തുൽ ബാഊനിയ റളിയല്ലാഹു അൻഹാ. ആയിഷത്തുൽ ബാഊനിയ. ബാഊന് എന്ന് പറഞ്ഞാല് ജോർഡാനിന്റെ പ്രവിശ്യകളിൽപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് ബാഊൻ. അതിലേക്ക് ചേർത്തിട്ട്, കാരണം ആ മഹദിയുടെ ഉപ്പാപ്പമാരുടെ പരമ്പര അവിടെയാണ്, അതിലേക്ക് ചേർത്തിട്ടാണ് ആയിഷത്തുൽ ബാഊനിയ. ആ മഹദിന്റെ ബാപ്പ ആരാന്നറിയോ? യൂസുഫുൽ ബാഊനി റളിയല്ലാഹു അൻഹു. അശൈഖ് യൂസുഫുൽ ബാഊനി റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ മകളാണ് ആയിഷത്തുൽ ബാഊനിയ റളിയല്ലാഹു അൻഹ. ഇന്ന് ബാപ്പക്ക് തോന്നുക നന്റെ മോളു തെല്ലല്ലിങ്ങനെ ഒന്ന് പാരി എങ്ങനൊക്കെ ഒരു സന്തോള, നന്റെ മോള് പാർച്ച പാരി എന്നൊക്കെ ഒരു കൊസി, മങ്ങിൽ തൗത്ത് പോയിട്ട് ഡാൻസ് ആക്കി ഒരു കൊസി, അല്ല എങ്ങനത്തെ ഡ്രസ് ഇട്ടിങ്ങനൊക്കെ ഒരു കൊസി. പല നാട്ടിലും, ഇവിടെ ഇപ്പൊ ഈ നാട്ടിലൊന്നും അത്തരക്കാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. മഞ്ഞനാടിക്കാൻ മാത്രമല്ല, ലൈവിൽ കുറെ ആൾ കാണുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ വേദ വരണേ. ആരാണ് എന്തെങ്കിലും ആക്കിയെന്ന് അറിഞ്ഞിട്ട് ഞമ്മ അങ്ങനെ ആക്കിയതാവാ. ഞങ്ങൾക്കൊരു ദീനില്ലേ, ഞങ്ങൾക്കൊരു മതമില്ലേ, ഞങ്ങൾക്കൊരു ഖുർആനില്ലേ, ഞങ്ങൾക്ക് ഈ പള്ളി മദ്രസ അതല്ലേ. ആരെങ്കിലും ആക്കിയെന്ന് ഞങ്ങൾ ആക്കിയതാവാലേ? ഞങ്ങൾക്കൊരു ദീനുണ്ട്. അങ്ങനെ ആക്കിയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയേണ്ടി വരും, അള്ളാന്റെ വിഷയത്തിൽ എനിക്ക് വീഴ്ച വന്നു പോയല്ലേ, എന്റെ ഒരു നഷ്ടമേ, ഖേദമേ, സങ്കടമേ, ബേജാരേ. ആരോട് പറഞ്ഞു തീർക്കാൻ കഴിയും ബാപ്പ? ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിലെത്തിയിട്ട് ആരോട് പറഞ്ഞു തീർക്കാൻ കഴിയും ഈ ബേജാറ്? പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേണ്ട, അങ്ങനത്തെ എല്ലാം വലിച്ചേരി ഒന്നും വേണ്ട. മക്കളെ പഠിപ്പിക്കേണ്ടതല്ല, പഠിപ്പിച്ചോളൂ, ഇഷ്ടംപോലെ പഠിപ്പിച്ചോളൂ. പഠിപ്പിച്ചിട്ട് ഓൾ അവസാനം എന്റെ കയ്യിൽ കിട്ടാതെയായി പോകുന്ന ഒരു അവസ്ഥ വരണ്ടാണ്. അതാ വരണേ. അവസാനം മോള് ഹട്ട പിടിക്കുന്ന ഓനെന്നെ മംഗലാണോ? ഒരിക്കൽ ബാപ്പ മെല്ലെ വിളിച്ചോളൂ, ചോദിച്ചു, എന്താ ബാപ്പ? അല്ല, നീ ഓനെ തന്നെ മംഗലാണോ ഹട്ട പിടിക്കുന്നല്ലേ? ഓക്കു ബാപ്പ, ഇപ്പൊ അതേ അതെ മംഗലായില്ലെങ്കിൽ ചോദിച്ചു, ഞാൻ ഓനെ തന്നെ നിനക്ക് മംഗലാക്കി തന്നില്ലെങ്കിൽ നീ എന്താക്കുവാൻ ചോദിക്കണല്ലോ. ചോദിച്ചതിനെ പേടിച്ചിട്ട്, കാരണം പണ്ടത്തെ ആ ഗഡ്സ് ഒന്നുമില്ല ഇപ്പത്തെ ചില ഉപ്പമാർക്ക്. ഒരു ദൂരെ നിന്നിട്ട് തന്നെ ചോദിക്കുന്നു, അടുത്ത് നിന്ന് ചോദിക്കുന്നില്ല. അതിനുണ്ട് മഞ്ഞനാടിത്തെ ഉപ്പമാർക്കെല്ലാം പണ്ടത്തെ അതേ ഗഡ്സ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയണില്ല. പണ്ടത്തെ ഗഡ്സ് കുറച്ച് കുറഞ്ഞാണ് കാണുന്നത്, ഗഡ്സ് അങ്ങനെ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. എന്നിട്ട് ആ മോള് പറയുന്നത് എന്താ അറിയോ ബാപ്പ? ഞാൻ പോയിട്ട് കിണറ്റിൽ തുള്ളുവേ. തീർന്നല്ലേ? ബാപ്പ മെല്ലെ വിളിച്ചിട്ട് വാപ്പസാലാക്കിട്ട് ശരിയാക്കാൻ പറ്റുമോ നോക്കുന്നത്. ബാപ്പ മെല്ലെ അടുത്ത് വിളിച്ചിട്ട് വാപ്പസാല പറഞ്ഞല്ലേ, അതിനെ വിളിച്ചിട്ട് ശരിയാക്കാൻ പറ്റുമോ? ഒരു സമയത്തോ മീത്തു ഞാൻ ഓനക്ക് കൊടുത്തിട്ട് നിന്റെ മംഗൽ ആക്കില്ലെങ്കിൽ എന്താക്കുവാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒക്കെ ആക്കില്ലെങ്കിൽ ഞാൻ കിണറ്റിക്ക് പറ്റത്തുള്ളൂ.
എന്താക്കുന്ന എന്താക്കുന്ന ഇപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ ഇപ്പൊ എന്താക്കുന്നേ വിളിക്കുന്നു സുഖത്തിലുണ്ടാ അൽഹംദുലില്ലാ എന്നിട്ട് എനിക്ക് കുറച്ച് സുഖമില്ല ഉസ്താദ് ഒക്കെ എന്താ എനിക്ക് എന്തേന്ന് അറിയില്ല ഉസ്താദ് കുറച്ച് പ്രഷർ എല്ലാം ഇപ്പൊ കൂടുന്നു മരുന്ന് കഴിച്ചിട്ടും പ്രഷർ നോർമൽ കാണുന്നില്ല നിങ്ങൾ ശരിയായി കുറച്ച് ഇറച്ചെല്ലാം പിടി ഇല്ല ഇറച്ചി ഞാൻ തൊടുന്നില്ല ഉസ്താദ് പച്ചക്കറി തന്നെ പിന്നെന്ത് വിഷയം വേറെ ഒന്നുമില്ല ഉസ്താദ് എന്താ പിന്നെ ചൊല്ലി എന്താക്കുന്ന ഇപ്പൊ എനിക്ക് ഞാൻ ആരോടും ചൊല്ലിട്ടില്ല ഇപ്പൊ നിങ്ങളോട് മാത്രം ചൊല്ലിനെ നിങ്ങൾ വേറെ ആരോട് ചൊല്ലിരണ്ട ഞാൻ ചൊല്ലാല നിങ്ങൾ ചൊല്ലി എന്ത് വിഷയം വിഷയം അന്തരേശ്വര പേര് പുലിമാങ്ങയുടെ അതല്ല